ലതീഷ് തുടരുന്നുണ്ട്. ലതീഷ്, ഈ ഒരു തിരക്കിനിടയിൽപ്പെട്ട ഒരാൾ കുഴഞ്ഞു വീണോ തുടങ്ങിയ വിവരങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? കീർത്തി, പോലീസ് സുരക്ഷ ഒരുക്കേണ്ട സാഹചര്യം മിഠായി തെരുവിലുണ്ട്. മിഠായി തെരുവ് എന്ന് പറയുന്നത് കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും അവിടേക്കാണ് അപ്രതീക്ഷിതമായി പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ഗവർണർ എത്തിയതും അത് സ്വാഭാവികമായും ഇവിടെ വലിയ തിക്കും തിരക്കും ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഒരാൾ തന്നെ കൊഴിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. അദ്ദേഹത്തിന് ഗുരുതരമല്ല, അദ്ദേഹത്തിന് ആരോഗ്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഉടൻ തന്നെ ഒരു ഓട്ടോറിക്ഷയിൽ അദ്ദേഹത്തെ കണ്ടിരുന്ന ആളുകൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഗവർണറുടെ വാഹനം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം മിഠായി തെരുവിൽ നിന്ന് മടങ്ങി പോകും എന്നാണ്, ഉടൻ വാഹനത്തിലേക്ക് കയറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മാധ്യമങ്ങളെ കാണാനുള്ള ഒരു സാധ്യത ഉണ്ട്. എന്തായാലും നിലവിൽ കോഴിക്കോട് മിഠായി തെരുവിൽ കഴിഞ്ഞ അരമണിക്കൂറിലധികമായി അദ്ദേഹം നിൽക്കുന്നുണ്ട്. മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഗവർണർ മാധ്യമങ്ങളോട് ഇപ്പോൾ സംസാരിക്കുമെന്നാണ് കരുതുന്നത്. കുറച്ച് സമയം മുൻപാണ് അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ നിന്നും പുറത്തേക്ക് ഇറക്കി. അദ്ദേഹം പലയിടങ്ങളിലായി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്രതീക്ഷിതമായുള്ള ഗവർണറുടെ ഒരു നടപടിയിൽ പോലീസും ആകെ ആശങ്കയിലാണ്. പോലീസിന് ഒരു മുന്നറിയിപ്പും നൽകാതെയാണ് ഗവർണർ റോഡിലേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് കരുതുന്നു. ഗവർണർ കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദി പറയുക. കീർത്തി, കോഴിക്കോട് ജനങ്ങൾക്ക് അദ്ദേഹം നന്ദി പറയുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള കൃത്യമായ ശ്രമമാണ് അദ്ദേഹം നടത്തി. അദ്ദേഹം ഇപ്പോൾ ഇവിടെ നിന്നും കോഴിക്കോട് മിഠായി തെരുവിൽ നിന്നും മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ലതീഷ്, ഇനി എങ്ങോട്ടേക്കാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടോ? പോലീസിന് ഒരു രീതിയിൽ മുന്നറിയിപ്പ് നൽകുന്നില്ല. ഗവർണർ ഇനി എങ്ങോട്ടേക്കാണ് എന്നൊരു സൂചനയുണ്ടോ? ഇത് സംബന്ധിച്ചൊരു കൃത്യമായ വിവരം പോലീസുമായി അദ്ദേഹം പങ്കുവെക്കുന്നില്ല. പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് നഗരത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഇന്നത്തെ യാത്ര ഉണ്ടായത്. തിരിച്ച് അതുവഴി ആ നിലയിൽ തിരിച്ചു മടങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കേണ്ടതുണ്ട്. തിരിച്ച് യൂണിവേഴ്സിറ്റിക്കാണ് അദ്ദേഹം യൂണിവേഴ്സിറ്റിക്ക് തന്നെ മടങ്ങുന്നു എന്നാണ് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും കഴിഞ്ഞ അരമണിക്കൂറിലധികമായി ഗവർണറുടെ നാടകത്തിനാണ് കോഴിക്കോട് മിഠായി തെരുവ് വേദിയായത്. കടകളിൽ കയറി ഹൽവ കഴിക്കുക, ആളുകളെ നേരിൽ കണ്ട് അവരുമായി സംസാരിക്കാൻ ശ്രമിക്കുക തുടങ്ങിയ നാടകങ്ങളാണ് ഗവർണർ കോഴിക്കോട് നഗരത്തിൽ നടത്തിയത്. എന്തായാലും ശരി, ലതീഷാണ് കോഴിക്കോട് നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. സിജുവിലേക്ക് കൂടി പോവുകയാണ്. സിജു, കഴിഞ്ഞ അരമണിക്കൂറായി നാടകീയ സംഭവങ്ങൾ കോഴിക്കോട് നഗരത്തിൽ അരങ്ങേറുന്നു. ഗസ്റ്റ് ഹൗസിൽ നിന്നും ഗവർണർ ഇറങ്ങുന്നു, മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തനിക്ക് ഒരു സുരക്ഷയും വേണ്ട എന്ന് പറയുന്നു. പിന്നീട് തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. കുട്ടികളോട് സംവദിക്കുന്നു, അൽവാക്കടയിൽ കയറുന്നു. പോലീസിന് ഒരു മുന്നറിയിപ്പും നൽകുന്നില്ല. പോലീസിനും ആശങ്കയുണ്ടാക്കുന്ന ഒരു സ്ഥിതി. വലിയൊരു തിരക്ക്, ഒരു അപ്രതീക്ഷിതമായ ഗവർണർ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ വലിയൊരു തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. എന്താണ് സിജു മനസ്സിലാക്കേണ്ടത്? എന്താണ് ഗവർണർ ഉദ്ദേശിക്കുന്നത്? കീർത്തി, ഇത് ഗവർണർ നടത്തിയത് പ്രകോപനവും വെല്ലുവിളിയും തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുണ്ട്. ഒരു ഗവർണർ പെരുമാറേണ്ടത് എങ്ങനെ എന്ന് സംബന്ധിച്ച് ദേശീയ തലത്തിൽ തന്നെ ചില മാനദണ്ഡങ്ങളുണ്ട്, ചില പ്രോട്ടോക്കോളുകളുണ്ട്. ഇത് ഒരു രാജ്യത്തിൻ്റെ ക്രമസമാധാന വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട്, ഒരു രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് കൃത്യമായ പ്രകോപനമുണ്ടാക്കാൻ നടത്തിയ ശ്രമം തന്നെയാണ് അല്പം മുമ്പ് ഈ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നമുക്കറിയാം, ഈ വിഷയം ഉണ്ടായപ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് സർവകലാശാല ക്യാമ്പസിൽ SFI പ്രവർത്തകർ സ്ഥാപിച്ച ബാനറുകൾ നീക്കാൻ മാധ്യമങ്ങളിലൂടെ രാജ്ഭവൻ്റെ സെക്രട്ടറിക്ക് നൽകുന്ന നിർദ്ദേശം, ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാത്രി SFI നേതാക്കൾ ഗവർണർക്കെതിരെ വലിയ ബാനറുകൾ സ്ഥാപിച്ചതിലുള്ള പ്രതിഷേധം ആയി തന്നെയാണ്, പ്രകോപനവും വെല്ലുവിളിയുമായി തന്നെയാണ് ഇന്ന് ഗവർണർ കോഴിക്കോട്ടെ തെരുവിലേക്ക് ഇറങ്ങുകയും ഹൽവാക്കടയിലിറങ്ങി ഹൽവ വാങ്ങുകയും ആളുകൾക്ക് ഇടയിലേക്ക് ഇറങ്ങുകയും ചെയ്തത്. പോലീസിൻ്റെ സുരക്ഷ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ കൃത്യമായി കാര്യങ്ങൾ അറിയിക്കാതെ ഒരു ഗവർണർ ഇത്തരത്തിൽ നീക്കം നടത്തിയത്, ജനങ്ങൾക്ക് തെരുവിലേക്ക് ഇറങ്ങിയത് ഇത്തരത്തിൽ ബോധപൂർവം സൃഷ്ടിക്കുക, ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കുക, അതുവഴി സംസ്ഥാനത്ത് മൊത്തം പ്രശ്നമാണെന്ന് വരുത്തി തീർക്കാൻ
ശ്രമിക്കുക, അതിന് നടത്തിയ ശ്രമങ്ങൾ തന്നെയാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഗവർണർ BJP നേതാക്കളോടടക്കം യുവമോർച്ച നേതാക്കളുടെ അടക്കം മീറ്റിംഗ് നടത്തിയതിന് ശേഷമാണ് ഒരു തരത്തിൽ പ്രസ്താവന ഇറക്കുന്നത്. ഇവിടെ വലിയ പ്രശ്നമാണ്, കേരളത്തിൽ വലിയ പ്രശ്നം തന്നെയാണ് എന്ന ഭീഷണിയുമായി ഗവർണർ രംഗത്ത് വരികയും ചെയ്തത്. നിലവിൽ ഇന്ന് ഗവർണർ നടത്തിയ നാടകങ്ങൾ കേരളത്തിലെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നതാണ്. നിലവിൽ നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ അസാധാരണമായ നടപടികളാണ്. സംസ്ഥാനത്തിൻ്റെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കാൻ നടത്തുന്ന ബോധപൂർവമായ ശ്രമങ്ങൾ. ഒരു ക്യാമ്പസിൽ തമ്പടിച്ചുകൊണ്ട് കോഴിക്കോട് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള സംഘർഷം സൃഷ്ടിക്കാനാണ് ഗവർണർ ശ്രമിക്കുകയും ചെയ്തത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഒരു സംസ്ഥാനത്തെ ജനങ്ങൾക്ക്, ജനാധിപത്യത്തിന്, തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഗവർണർ സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട്, മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട്, സംസ്ഥാനത്തെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ തെരുവ് യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഗവർണർ നടത്തിയ പലരെയും കുറിച്ച് നടത്തിയ തെരുവ് ഗുണ്ട എന്നുള്ള അർത്ഥത്തിൽ തന്നെ നടത്തിയ വിവിധ രാഷ്ട്രീയ നേതാക്കൾ ഗവർണറുടെ ഈ നടപടിക്കെതിരെ തന്നെ വലിയ തരത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഒരു ഗവർണർ വളരെ പരസ്യമായി തന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ ജനാധിപത്യ മര്യാദകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഭരണഘടനാ വിരുദ്ധമായ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടി വരുന്ന സാഹചര്യത്തിലേക്കാണ് ഗവർണർ ഇന്ന് കോഴിക്കോട് തെരുവിൽ നടത്തിയ നാടകങ്ങൾ നമ്മൾ പ്രേക്ഷകരടക്കം കണ്ടത്. എന്താണ് പ്രകോപിച്ചത്? കഴിഞ്ഞ ദിവസം SFI ഗവർണർക്കെതിരെ നടത്തിയ ബാനർ പ്രതിഷേധം, അതുമാത്രമല്ല ഇന്ന് കേരളത്തിലെ കലാലയങ്ങളിലടക്കം നടത്തിയ പ്രതിഷേധ പരിപാടികൾ. അതിനെ തുടർന്ന് ഇത് എന്നാൽ നേരിടാമെങ്കിൽ നേരിട്ടോ എന്ന വെല്ലുവിളിയോടുകൂടിയാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട, നമുക്കറിയാം ഈ വിഷയം തുടങ്ങുന്നത് എവിടെ നിന്നാണ്, സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ 2.5 വർഷം വരെ സൂക്ഷിക്കുകയും സംസ്ഥാന സർവകലാശാലകളിൽ RSS നോമിനികളെ തിരികെ കയറ്റുകയും ചെയ്ത നടപടിക്കെതിരെ SFI നടത്തിയ വലിയ പ്രതിഷേധം. സംസ്ഥാന സർക്കാർ തന്നെ സുപ്രീം കോടതിയിൽ ഗവർണർക്കെതിരെ പോയ സാഹചര്യം. ഈ സാഹചര്യങ്ങളിലെല്ലാം തന്നെ വളരെ പരസ്യമായി തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ BJPയുടെ തിട്ടൂരമനുസരിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ പരസ്യമായി തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു ഗവർണർ, ഒരുപക്ഷെ രാജ്യ ചരിത്രത്തിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ ഒരു ഗവർണർ പെരുമാറുന്നു. ഇരിക്കുന്ന പദവിയുടെ അന്തസ്സ് കളഞ്ഞുകൊണ്ട്, ആ പദവിയുടെ മാന്യത കളഞ്ഞുകൊണ്ട് ഗവർണർ കോഴിക്കോട്ടെ തെരുവിലൂടെ ഇറങ്ങി നടക്കുന്നു. സംസ്ഥാന സർക്കാർ പോലീസ് നൽകുന്ന സുരക്ഷ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ വലിയൊരു ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കാൻ ഗവർണർ നടത്തിയ ശ്രമങ്ങൾ, ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗവർണർ നടത്തിയ നാടകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ MV ജയരാജൻ അടക്കമുള്ളവർ വലിയ ഗുരുതരമായ ആരോപണം അദ്ദേഹത്തിന് ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ CPM പോളിറ്റ് ബ്യൂറോ തന്നെ ഇക്കാര്യത്തിൽ രംഗത്ത് വന്നിരിക്കുന്നു. ഗവർണർ സ്ഥാനത്ത് തുടരാൻ ആരിഫ് മുഹമ്മദ് ഖാന് യോഗ്യതയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇത് സംബന്ധിച്ച് പറഞ്ഞത് ഇത്തരത്തിലുള്ള ഭീഷണികൾ കേരളത്തിൽ വിലപ്പോകില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഈ കോഴിക്കോട് തെരുവിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ ആ തെരുവ് യാത്ര സംസ്ഥാനത്തെ ജനാധിപത്യത്തോട്, രാജ്യത്തെ ജനാധിപത്യ മര്യാദകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് തികച്ചും പ്രകോപനം സൃഷ്ടിക്കാൻ നടത്തിയ ശ്രമങ്ങൾ തന്നെയാണ്. കീർത്തി. ശരി, സിജുവാണ് കൂടുതൽ വിശദാംശങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്നും നൽകിയത്. കോഴിക്കോട് നിന്നും ലജീഷുമാണ് ആ വിവരങ്ങൾ നൽകിയത്.